ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സർക്കാരിൻ്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് 2025 കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ ഫിനാൻസ് മാനേജർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനെക്കുറിച്ചുള്ള തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. വേക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. ഫിനാൻസ് മാനേജർ തസ്തികകൾ കേരളത്തിലാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 12/5/2025 മുതൽ 23/5/2025 വരെ ഓൺലൈനായി ഈ തസ്തികയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് 2025 ഹൈലൈറ്റുകളാണ്. സ്ഥാപനത്തിൻ്റെ പേര് കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ. തസ്തികയുടെ പേര് ഫിനാൻസ് മാനേജർ. ജോലി തരം സംസ്ഥാന സർക്കാർ ജോലിയാണ്. റിക്രൂട്ട്മെൻറ്റ് തരം ഡെസെറ്റാണ്. വാക്കൻസി വന്നിട്ടുള്ളത് 1. ജോലി സ്ഥലം കേരളത്തിലാണ്. ശമ്പളം 40,000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 12/5/2025 മുതൽ ആരംഭിക്കുന്നതാണ്. അവസാന തീയതി 23/5/2025 ആണ്. അതിനു മുമ്പേ ആയിട്ട് താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിശദാംശങ്ങളാണ്. 40,000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് പ്രായപരിധിയാണ്. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 30/4/2025 വരെ. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് CA ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ MCOM ടാലി. പ്രവൃത്തി പരിചയം സർക്കാർ, അർദ്ധ സർക്കാർ, വകുപ്പ് തല സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ, കുടുംബശ്രീ എന്നിവയിൽ അക്കൗണ്ടൻ്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. അക്കൗണ്ടുകൾ പരിപാലിക്കുന്നതിലും സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലും പരിചയം ഉണ്ടായിരിക്കണം. ഇതിലെല്ലാം എലിജിബിൾ ആയവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. SC/ST സ്ഥാനാർത്ഥികൾക്ക് അപേക്ഷാ ഫീസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും 200 രൂപയാണ് അപേക്ഷാ ഫീസ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയെന്നാണ്. പ്രമാണ പരിശോധന, വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ ഓരോരുത്തരെയും ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. നിങ്ങൾക്ക് ഫിനാൻസ് മാനേജർ തസ്തികയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. 2025 മെയ് 12 മുതൽ 2025 മെയ് 23 വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 23 മുമ്പേ ആയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.